ആമീൻ. കർത്താവേ, സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് മരണവേദനയിലായിരിക്കുന്ന അങ്ങയെ കാണുകയാണ്. അവിടുന്ന് വഹിച്ചിരുന്ന ഞങ്ങളുടെ പാപഭാരത്തിന്റെ തീവ്രതയായിരുന്നു പകൽ സമയത്തുണ്ടായ അന്ധകാരം. എന്റെയും മനുഷ്യരാശിയുടെയും മുഴുവൻ പാപവും ദൈവനിഷേധവും തകർച്ചയുമെല്ലാം അങ്ങയുടെ ചുമലിൽ ചുമത്തപ്പെട്ടു. എനിക്ക് വ്യക്തിപരമായി ഒരിക്കലും സഹിക്കുവാനും വഹിക്കുവാനും കഴിയാത്ത വലിയ പാപഭാരമാണ് അവിടുന്ന് ചുമലിലേറ്റിയത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് വിലപിച്ചുകൊണ്ട് പാപം സൃഷ്ടിച്ച ഏറ്റവും ഭീകരമായ ഏകാന്തതയിലേക്ക്, ഒറ്റപ്പെടലിലേക്ക് അവിടുന്ന് പ്രവേശിച്ചു. ഞങ്ങളുടെ പാപഭാരം വഹിക്കുന്ന അങ്ങയെ പിതാവ് കൈവിട്ടപ്പോൾ പാപക്ഷമ ലഭിച്ച മനുഷ്യവർഗത്തെ മുഴുവൻ പിതാവ് കൈനീട്ടി സ്വീകരിച്ചു. കാൽവരി ബലി നിവൃത്തിയാവുകയും പൂർത്തിയാവുകയും ചെയ്തപ്പോൾ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യവർഗം വിമോചിതരായി. അപ്പോൾ ദേവാലയത്തിന്റെ തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക് കീറി. ആ തിരശ്ശീല ഒരിക്കൽ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ, വിശുദ്ധിക്കും പാപത്തിനുമിടയിലെ തടസ്സമായിരുന്നു. എന്നാൽ അവിടുത്തെ ത്യാഗബലിയിലൂടെ എല്ലാ തടസ്സങ്ങളും നീങ്ങി. ഇനി ഞങ്ങൾക്കും അങ്ങയ്ക്കുമിടയിൽ പാപമതിലുകൾ ഇല്ല. പാപത്തിന് ഞങ്ങളെ കർത്താവിൽ നിന്നും അകറ്റി നിർത്തുവാനും കഴിയില്ല. ഞങ്ങൾക്ക് പിതാവിൻ്റെ അടുത്തേക്ക് ആത്മവിശ്വാസത്തോടെ, അവകാശത്തോടെ കടന്നു വരാം. ദൈവത്തെ പിതാവേ, അപ്പ എന്ന് വിളിക്കാം. കുരിശിൻ ചുവട്ടിലെ ശതാധിപൻ തിരുവചന വായനയ്ക്കിടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന കർത്താവിൻ്റെ സമുന്നത സാക്ഷിയാണ്. അനേകം കുറ്റവാളികളുടെ മരണം കണ്ട മനുഷ്യനാണ് അദ്ദേഹം. കുറ്റവാളികളെ ക്രൂരമായി ഉപദ്രവിച്ച് ഹൃദയം കഠിനമായി പോയ ഒരു റോമ സൈനിക മേധാവി ക്രൂശിലെ കുറ്റവാളികളിൽ നിന്ന് ശാപവാക്കുകളും നിസ്സഹായതയുടെ നിലവിളിയും മാത്രമേ അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ കേട്ടിട്ടുള്ളൂ. മുറിവേൽപ്പിച്ചവർക്ക് മാപ്പ് കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥന അദ്ദേഹം ആദ്യമായി കുരിശിൽ നിന്ന് കേട്ടു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. നീതിമാന്റെ രക്തം ചിന്തിയവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവപുത്രനല്ലാതെ ആർക്കാണ് കഴിയുക എന്ന് വിശുദ്ധ ലിഖിതങ്ങൾ വായിച്ചിട്ടില്ലാത്ത ശതാധിപൻ തിരിച്ചറിഞ്ഞു. അത് അവന്റെ ഹൃദയത്തിൽ വിസ്മയ പരിവർത്തനമുണ്ടാക്കി. ശാസ്ത്രി, പരീശ, പുരോഹിതന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ സമുന്നത സാക്ഷിയായി അവൻ പറഞ്ഞു, തീർച്ചയായും സത്യമായും
ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. തലതിരിഞ്ഞ വിധി എഴുതിയ പീലാത്തോസിനും ക്രിസ്തുവിനെ കൊല്ലുവാൻ അണിനിരന്ന ശാസ്ത്രി, പരീശ, പുരോഹിത പ്രമാണിമാർക്കും എതിരെയുള്ള ആത്മരോക്ഷത്തിൻ്റെ ആ വിധി പ്രസ്താവന സുവിശേഷത്തിൻ്റെ താളുകളിൽ പരിശുദ്ധാത്മാവ് അടിവരയിട്ടെഴുതി. തിരുലിഖിതങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചിരുന്ന ആത്മീയ നേതൃത്വത്തിന് അങ്ങയെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ആത്മീയ മർമ്മമറിയാത്ത ഈ ശതാധിപൻ അങ്ങയെ തിരിച്ചറിഞ്ഞു. ഇന്നും ദൈവത്തോട് അടുത്തു നിൽക്കുന്നവരെക്കാൾ അകലെയുള്ളവരും അകറ്റി നിർത്തപ്പെട്ടവരുമാണ് അങ്ങയുടെ മഹത്വം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ദൈവത്തെ അറിയാമെന്ന് അവകാശപ്പെടുന്ന പലരും കുറ്റബോധമില്ലാതെ അധാർമികതയിൽ തുടരുന്നു. കർത്താവേ, ഈ ദുരന്തം ഞങ്ങൾക്ക് സംഭവിക്കരുതേ. അവിടുന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് ജീവൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റ് സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു. സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടും ആത്മീയ നേതൃത്വത്തിനും പള്ളിപ്രമാണികൾക്കും ഭയമോ കുറ്റബോധമോ തോന്നിയില്ല. സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ട, മരവിച്ച മനസാക്ഷിയുള്ള ശിലാഹൃദയരായ മൗലികവാദികളിൽ നിന്ന് എന്ത് നന്മയാണ് പ്രതീക്ഷിക്കുവാൻ കഴിയുക? കർത്താവേ, അങ്ങയുടെ ക്രൂശിലെ സ്നേഹം ഞങ്ങളുടെ ശിലാഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ. അങ്ങയുടെ സ്നേഹം വെറുപ്പിനേക്കാൾ ശക്തമാണെന്നും അങ്ങയുടെ ത്യാഗം അക്രമത്തേക്കാൾ ഉദാത്തമാണെന്നും അങ്ങയുടെ വിനയം അഹങ്കാരത്തേക്കാൾ വിസ്മയമാണെന്നും ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങൾ കുരിശിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള സഹനങ്ങളും ഞങ്ങളോടുള്ള അങ്ങയുടെ വിസ്മയ സ്നേഹവും ഞങ്ങൾ കാണുന്നു. മുറിവുകളെ സന്തോഷത്തോടെ സ്വീകരിച്ച സ്നേഹം, തിരസ്കരണത്തെ സഹിച്ച സ്നേഹം, ഒഴിഞ്ഞു മാറുവാൻ കഴിയുമായിരുന്നപ്പോഴും മരണ നിഴൽ താഴ്വരയിൽ ഞങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിന്ന സ്നേഹം, ഈ അത്ഭുത സ്നേഹം വെണ്ടുണങ്ങി വരണ്ട ഹൃദയങ്ങളിലേക്ക് ജീവജല നദിയായി ഒഴുകണമേ. പാപപരിഹാര ബലിപീഠമായ കുരിശിന് നന്ദി. ഞങ്ങളുടെ പാപഭാരം വഹിച്ച കർത്താവിന് സ്തോത്രം.
അവസാനം വരെ ഞങ്ങളെ സ്നേഹിച്ചതിനും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതിനും നന്ദി. പുനരുത്ഥാനം കൊണ്ടുവന്ന സന്തോഷം സ്വീകരിച്ച് കുരിശിൻ ചുവട്ടിൽ കർത്താവേ, പ്രത്യാശയോടെ ഞങ്ങൾ നിൽക്കുന്നു. ആമേൻ. കർത്താവേ, സ്തോത്രം. പീഡാ താഴ്ചകളാൽ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. സ്നേഹപൂർവം, എ. പി. ജോർജ് അച്ഛൻ.